വിശദീകരിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ റഫ്ഉൽ മലാം അനിൽ അഇമ്മത്തിൽ അഅ്ലാം എന്ന ഗ്രന്ഥത്തിലാണ്. എന്റെ കൈവശമിരിക്കുന്ന ഈ ഗ്രന്ഥം റഫ്ഉൽ മലാമി അനിൽ അഇമ്മത്തിൽ അഅ്ലാം. മഹാരഥന്മാരായിരിക്കുന്ന ഇമാമുകളെ സംബന്ധിച്ചിടത്തോളം പറയപ്പെടുന്ന ആരോപണങ്ങൾ, ആക്ഷേപങ്ങൾ, അത് ഇല്ലായ്മ ചെയ്യുന്ന ആ ആരോപണങ്ങൾ അല്ലെങ്കിൽ ആക്ഷേപങ്ങൾ നിരർത്ഥകമാണ് എന്ന് സമർത്ഥിക്കുന്ന ഗ്രന്ഥം, അതാണ് പുസ്തകം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റഫ്ഉ എന്ന് പറഞ്ഞാൽ ഇല്ലായ്മ ചെയ്യുക, ഉയർത്തിക്കളയുക, ഇല്ലായ്മ ചെയ്യുക, ടു ലിഫ്റ്റ് ഇറ്റ്. മലാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ഷേപങ്ങൾ. ആരെക്കുറിച്ചുള്ള ആക്ഷേപം? അനിൽ അഇമ്മ, ഇമാമുകളെ കുറിച്ച് പറയപ്പെട്ടിട്ടുള്ള. എങ്ങനെയുള്ള ഇമാമുകൾ? അൽ അഅ്ലാം, മഹാരഥന്മാരായിട്ടുള്ള ഇമാമുകളെ സംബന്ധിച്ച് പറയപ്പെട്ടിട്ടുള്ള ആക്ഷേപങ്ങൾ, ആരോപണങ്ങൾ ഇല്ലായ്മ ചെയ്യുന്ന ഗ്രന്ഥം. ഉദാഹരണമായി ഇമാം ഷാഫിഈ ഈ വിഷയത്തിൽ ഹദീസിന് വ്യത്യസ്തമായ ഖൗലാണ്, അഭിപ്രായമാണ് പറഞ്ഞത്. ഇമാം അബൂ ഹനീഫ ഹദീസിന് വിരുദ്ധമായ അഭിപ്രായമാണ് ഈ മസ്അലയിൽ പറഞ്ഞത്. ഇമാം മാലിക് ഇബ്നു അനസ് റഹിമഹുല്ലാ ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ള അഭിപ്രായം ഇന്ന ഹദീസിന് എതിരാണ്. ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് പറയേണ്ടി വരും. മുൻകാലത്ത് പറയപ്പെട്ടിട്ടുള്ളതാണ്. ഇൽമിയായ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോഴൊക്കെ അത്തരത്തിലുള്ള പരാമർശങ്ങൾ വന്നേ പറ്റൂ. അങ്ങനെയുള്ള ആരോപണങ്ങൾ അത് കേൾക്കുമ്പോൾ കാര്യങ്ങളുടെ നിജസ്ഥിതി മനസ്സിലാക്കാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ കരുതും, ഇമാം ഷാഫിഈയെ അദ്ദേഹം ഹദീസിന് എതിര് പറഞ്ഞു എന്ന് പറയാൻ ഇവരാരാ? ഇമാം അഹ്മദ് ഇബ്നു ഹംബലിനെ കുറിച്ച്, ഇമാം മാലിക്കിനെ കുറിച്ച്, ഇമാം അബൂ ഹനീഫയെ കുറിച്ച് റഹിമഹുമുല്ലാഹു ജമീഅൻ അവരെ സംബന്ധിച്ചൊക്കെ ഇത്തരത്തിലുള്ള ആക്ഷേപം ഉന്നയിക്കുന്നത് ശരിയാണോ? യഥാർത്ഥത്തിൽ അവർ ചില അഭിപ്രായങ്ങൾ പറഞ്ഞത് ഹദീസിന് എതിരായത് എന്തുകൊണ്ട് എന്നുള്ളത് വസ്തുനിഷ്ഠമായി മനസ്സിലാക്കുമ്പോൾ ഈ ഇമാമുകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പരാമർശം നടത്തുന്നത് തെറ്റല്ലെന്നും അവർ തന്നെ ജീവിച്ചിരിക്കുമായിരുന്നുവെങ്കിൽ ഈ അഭിപ്രായത്തിലേക്ക് തിരിച്ചു വരുന്ന സാഹചര്യം ഉറപ്പായും ഉണ്ടാകുമായിരുന്നു എന്നുമുള്ളതും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇത് വിശദീകരിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യത്തുൽ ഹർറാനി റഹ്മഹുല്ലാഹു തആല ഈ റിസാല, മഹത്തായ ഈ ഗ്രന്ഥം രചിച്ചിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞു, ഈ ഉമ്മത്തിലുള്ള വ്യക്തികൾ, അംഗങ്ങൾ രണ്ടു തരക്കാരാണ്. ഒന്ന് അവാമുൽ മുസ്ലിമീൻ, മുസ്ലിം സമൂഹത്തിലെ ബഹുജനങ്ങൾ. രണ്ടാമത്തേത് അഹ്ലുൽ ഇൽം, ഈ സമൂഹത്തിലെ ഉലമാക്കൾ, ഇൽമുള്ള, അല്ലാഹു ഇൽമ് നൽകിയിട്ടുള്ള, ഈമാനും ഇൽമും നൽകി പദവി ഉയർത്തിയിട്ടുള്ള അഹ്ലുൽ ഇൽം. ഈ അഹ്ലുൽ ഇൽമിനെ സംബന്ധിച്ചിടത്തോളം വഖദ് അജ്മഅൽ മുസ്ലിമൂന അലാ ഹിദായതിഹിം വദിറായതിഹിം, അഹ്ലുൽ ഇൽം, ശരിയായ പണ്ഡിതന്മാർ, അവര് ഹിദായത്ത് ഉൾക്കൊണ്ടവരും അവർക്ക് കാര്യങ്ങളെക്കുറിച്ച് നല്ല ധാരണയും അറിവുമുള്ളവരുമാണ് എന്ന വിഷയം മുസ്ലിമീങ്ങൾ ഏകോപിച്ചിട്ടുള്ള കാര്യമാണ്. ഇത് കുല്ലു ഉമ്മത്തിൻ ഖബ്ല മബ്അസ് നബിയിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഉലമാഉഹാ ശിറാറുഹാ. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തിന് മുമ്പുണ്ടായിരുന്ന പൂർവീക സമുദായങ്ങളിൽ അമ്പിയാക്കന്മാർക്ക് ശേഷം വന്നിട്ടുള്ള അമ്പിയാക്കന്മാരുടെ കാലഘട്ടത്തിന് ശേഷം പിന്നീട് വന്നിട്ടുള്ള ഉലമാക്കൾ ശിറാറുഹ, ആ ഉമ്മത്തിലെ ദുഷ്ടന്മാരായിരുന്നു. ഇല്ലൽ മുസ്ലിമീൻ, പക്ഷേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് അള്ളാഹു ഒരു മഹത്തായ സവിശേഷത നൽകി. മുസ്ലിമീങ്ങളിൽ ഈ അവസ്ഥ അള്ളാഹു ഇല്ലാതാക്കി. ഫഇന്ന ഉലമാഅഹും ഖിയാറുഹും, മറിച്ച്
ഈ ഉമ്മത്തിലുള്ള ഉലമാക്കൾ ഖിയാറുകളാണ്, അവരിലെ ഉത്തമന്മാരായിട്ടാണ് അള്ളാഹു വെച്ചത്. പൂർവിക സമുദായത്തിലെ ഉലമാക്കൾ ആ സമുദായത്തിലേക്ക് നിയുക്തരായ അമ്പിയാക്കന്മാര് കാലഗതിയടയുമ്പോൾ അതിന് ശേഷം പിന്നീട് വരുന്ന ഉലമാക്കൾ ആ ഗ്രന്ഥങ്ങളിൽ ഇടപെടും, ഭേദഗതികൾ വരുത്തും, അവരുടെ ശരീഅത്തുകൾ തിരുത്തും. അതുകൊണ്ട് തന്നെ അവർ ശിറാറുകളായി തീർന്നു. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിലുള്ള ഉലമാക്കൾ, അവരിൽ കുറച്ചാളുകൾ ശിറാറുകളായിട്ടുണ്ടാകാം, അത് അപവാദങ്ങളാണ്. പക്ഷേ ശരിയായ ഉലമാക്കൾ അവര് ഖിയാറുഹും, ഈ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠരായിരിക്കും. ഫഇന്നഹും ഖലഫാഉർ റസൂൽ, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്തരാധികാരികളാണ്, പിൻഗാമികളാണ്. വൽ മുഹ്യൂന ലിമാ മാത മിൻ സുന്നതി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽ നിന്ന് നിർജീവമായി തീരുന്നവ, അവഗണിക്കപ്പെടുന്നവ, അതിനെ പുനരുജ്ജീവിപ്പിക്കുന്നവരാണ് ഉലമാക്കൾ. ബിഹിം ഖാമൽ കിതാബ്, അവരെ കൊണ്ടാണ്, ഈ ഉലമാക്കൾ മുഖേനയാണ് അള്ളാഹു അവന്റെ ഗ്രന്ഥം ഈ ഭൂലോകത്ത് നിലനിർത്തിപ്പോരുന്നത്. വബിഹി ഖാമു, ആ ഗ്രന്ഥത്തിന്റെ, അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഉലമാക്കൾ അവർ ജീവിച്ചു പോരുന്നതും. ഉലമാക്കൾക്കുള്ള സ്ഥാനമാണ് ശൈഖുൽ ഇസ്ലാം വിശദീകരിക്കുന്നത്. ബിഹിം ഖാമൽ കിതാബ്, കിതാബുല്ലാഹ്, അള്ളാഹുവിന്റെ ഗ്രന്ഥമായിരിക്കുന്ന ഖുർആൻ നിലനിൽക്കുന്നത് ഇവരിലൂടെയാണ് അള്ളാഹു ഗ്രന്ഥത്തെ നിലനിർത്തുന്നത്. വബിഹി ഖാമു, ആ കിതാബനുസരിച്ചാണ്, ആ ഗ്രന്ഥമനുസരിച്ചാണ് ഉലമാക്കൾ നിലകൊള്ളുന്നത്, ജീവിക്കുന്നത്. വബിഹിം നതഖൽ കിതാബ്, അവരെ സംബന്ധിച്ചാണ് അള്ളാഹു അവന്റെ ഗ്രന്ഥത്തിൽ പുകഴ്ത്തി പറഞ്ഞിട്ടുള്ളത്, പ്രശംസിച്ചിട്ടുള്ളത്. വബിഹി നതഖു, ഈ ഗ്രന്ഥമനുസരിച്ചാണ്, അള്ളാഹുവിന്റെ കിതാബനുസരിച്ചാണ് നതഖു, ഈ ഉലമാക്കൾ സംസാരിക്കാറുള്ളത്. അവരുടെ ഹവയനുസരിച്ചല്ല, അവരുടെ യുക്തി അനുസരിച്ചല്ല, മറിച്ച് അവർ ദീനിയായ കാര്യങ്ങൾ സംസാരിക്കുന്നത് വബിഹി നതഖു, ഈ ഗ്രന്ഥമനുസരിച്ചാണ് അവർ സംസാരിക്കുന്നത് എന്ന് കാര്യങ്ങൾ വിശദീകരിച്ച് പറഞ്ഞു പോന്നതിന് ശേഷം അവസാനം ശൈഖുൽ ഇസ്ലാം പറയുന്നു, വലാകിൻ ഇദാ വുജിദ ലിവാഹിദിൻ മിൻഹും ഖൗലുൻ, അങ്ങനെയുള്ള മഹാന്മാരായിരിക്കുന്ന ഉലമാക്കളിൽപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു ആലിം, അയാളിൽ നിന്ന് ഉണ്ടായിത്തീർന്നാൽ ഖൗലുൻ, ഒരു വാക്ക്, ഒരഭിപ്രായം, ഖദ് ജാഅ ഹദീസുൻ സഹീഹുൻ ബിഖിലാഫി, അയാൾ പറഞ്ഞിരിക്കുന്ന അഭിപ്രായത്തിന് വ്യത്യസ്തമായി, വിരുദ്ധമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നൊരു ഹദീസ് വന്നാൽ ഫലാ ബുദ്ദ ലഹു മിൻ ഉസ്രിൻ ഫീ തർക്കിഹി, ഫലാ ബുദ്ദ ലഹു മിൻ ഉസ്രിൻ ഫീ തർക്കിഹി, ആ ഹദീസ് ഉപേക്ഷിക്കുന്നതിന്, ആ ഹദീസിന് വ്യത്യസ്തമായി, ആ ഹദീസിന് വിരുദ്ധമായോ വ്യത്യസ്തമായോ അഭിപ്രായം പറയുന്നതിന്, ഹദീസ് ഉപേക്ഷിക്കുന്നതിന് അയാൾക്ക് ചില ഉസ്റുകൾ ഉണ്ടാകും, എക്സ്ക്യൂസുകൾ ഉണ്ടാകും, ഉറപ്പാണ്. അല്ലാതെ വെറുതെ റസൂലുള്ളാഹിന്റെ ഹദീസ് ഒരു വിഷയത്തിൽ സ്ഥിരപ്പെട്ടിട്ട് യാതൊരു കാരണവുമില്ലാതെ, ഒരു സാഹചര്യവുമില്ലാതെ അതിനെതിരെ പറയുക എന്നത് ഈ ഉമ്മത്തിലെ ഒരു ആലിമിൽ നിന്ന് സംഭവിക്കുക എന്നുള്ളത് ഉണ്ടാവില്ല. മറിച്ച് ആ ഹദീസിന് എതിര് പറയാൻ, അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഖൗല് ഇമാമ് പറഞ്ഞു പോകാൻ ചില പ്രത്യേക കാരണങ്ങൾ ഉണ്ടാകും. ആ കാരണങ്ങൾ നമ്മൾ അറിയുമ്പോൾ ഇമാമിങ്ങളെ പ്രതിസ്ഥാനത്ത് വെച്ചുകൊണ്ട് നമ്മൾ സംസാരിക്കുന്നത് അവസാനിപ്പിക്കും. അവരോടുള്ള അവരെ അവമതിക്കുന്ന രൂപത്തിലുള്ള മനോഭാവം ഇല്ലാതായിത്തീരും. മറിച്ച് ഉലമാക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ചില വിട്ടുവീഴ്ച കൊടുത്തിട്ടുണ്ട്. അവാമുൽ മുസ്ലിമീൻ, മുസ്ലിം ബഹുജനങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ചില വിട്ടുവീഴ്ചകൾ ചെയ്തതുപോലെ അവാമുൽ മുസ്ലിമീൻ, പൊതുജനങ്ങൾക്കുള്ള വിട്ടുവീഴ്ച തെക്മീനിയായ ഇൽമിൽ അവർക്ക് അല്ലാഹു ഉസ്ർ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇൽമ് രണ്ട് രൂപത്തിലുള്ള ഇൽമുണ്ട്. ഒന്ന് മാ ലാ യസ്ഉൽ മുസ്ലിമ ജഹ്ലുഹു,
ഒരു മുസ്ലിമിന് അറിയാതിരിക്കാൻ പാടില്ല, നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. അത് എനിക്കറിയില്ല എന്ന് ഒരു മുസ്ലിം പറഞ്ഞാൽ, പൊതുജനങ്ങളിൽപ്പെട്ട ഒരാൾ പറഞ്ഞാൽ, അത് അയാൾക്ക് ഉസ്ർ ആവില്ല, അയാൾ അത് പഠിച്ചിരിക്കണം. രണ്ടാമത്തേത് തക്ബീരിയ്യ. ഇൽമിന്റെ പൂർത്തീകരണത്തിന് ആവശ്യമായ വിഷയങ്ങൾ. ആദ്യത്തേത് ഫർളു ഐനിൻ. ഓരോ വ്യക്തിക്കും, ഓരോ മുസ്ലിമിനും ഇൻഡിവിജ്വലായി, വ്യക്തിഗതമായി അയാൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഉദാഹരണമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിനെ കുറിച്ചുള്ള അറിവ്, 5 നേരം നമസ്കരിക്കണം എന്നുള്ള അറിവ്, മാ തുസഹു ബിഹി ഇബാദത്തുഹു, അള്ളാഹുവിന് അയാൾ നിർവഹിക്കുന്ന ഇബാദത്ത് സ്വീകാര്യയോഗ്യമായി തീരുന്നതിനാവശ്യമായ അറിവ് നിർബന്ധമായും ഓരോ വ്യക്തിയും നേടിയിരിക്കണം. രണ്ടാമത്തേത് തക്ബീരിയാണ്. അത് ഫർളു കിഫായത്തിൽ. ഓരോ വ്യക്തിയും അത് പഠിക്കുക എന്നുള്ളത് അള്ളാഹു നിർബന്ധമാക്കി വെച്ചിട്ടില്ല, മറിച്ച് ഉമ്മത്തിൽ കുറച്ചാളുകളെങ്കിലും അത് പഠിച്ചിരിക്കണം. കുറച്ചാളുകൾ അത് പഠിച്ചിട്ടുണ്ട് എങ്കിൽ സഖത്തൽ ഇസ്മു അനിൽ ബാഖിൽ, ബാക്കിയുള്ള ആളുകൾ എല്ലാവരും ആ കുറ്റത്തിൽ നിന്ന് ഒഴിവായി. ആരും പഠിച്ചില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരായി തീരുകയും ചെയ്യും. എന്നാൽ ഈ വിഷയത്തിൽ രണ്ടാമത് പറഞ്ഞ കാര്യത്തിൽ അവാമുൽ മുസ്ലിമീൻ, പൊതുജനങ്ങൾക്ക് അള്ളാഹു വിട്ടുവീഴ്ച ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവർക്കറിയില്ല എന്നതുകൊണ്ട് ഒരുപാട് കാര്യങ്ങളിൽ ഉസ്ർ അവർക്ക് ലഭിക്കും. ജഹ്ല് ഉസ്റായിത്തീരും. അറിയായ്മ, അറിവില്ലായ്മ ഒരു എക്സ്ക്യൂസിന് കാരണമായിത്തീരും. അതേ സന്ദർഭത്തിൽ ഇത് അവാമുൽ മുസ്ലിമീന് അള്ളാഹു ഇങ്ങനെ ഒരു വിട്ടുവീഴ്ച കൊടുത്തപ്പോൾ ഉലമാക്കൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുള്ള ആനുകൂല്യം എന്താണ്? ഉലമാക്കൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിരിക്കുന്ന ആനുകൂല്യം അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഇജ്തിഹാദ് ചെയ്യാൻ യോഗ്യരായ ഉലമാക്കൾ ഇജ്തിഹാദ് ചെയ്തു കഴിഞ്ഞാൽ അവരുടെ അടുക്കൽ നിന്ന് അബദ്ധം സംഭവിച്ചാൽ തന്നെയും ഫഖതഉഹു മഗ്ഫൂറുല്ലഹ്, ഖതഉഹു മഗ്ഫൂറുല്ലഹ്. ഒന്ന് ഉലമാക്കളുടെ പ്രത്യേകതയാണ് പറയുന്നത്. ആദ്യം അവാമുൽ മുസ്ലിമീന്റെ കാര്യം ഞാൻ പറഞ്ഞു. സാധാരണക്കാരായ പൊതുജനങ്ങൾക്ക് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് കിട്ടുന്നത് തെക്മീലിയായ വിഷയങ്ങളിൽ അവർക്ക് അറിവില്ലാതെ ഒരു അബദ്ധം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ജഹ്ല്, അറിവില്ലായ്മ ഉസ്റായിരിക്കും. അത് അള്ളാഹു വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാനുള്ള കാരണമായിരിക്കും. ഇതാണ് അവാമുൽ മുസ്ലിമീൻ, അവർക്ക് അള്ളാഹു നൽകുന്ന ആനുകൂല്യം. അതേ സന്ദർഭത്തിൽ ഈ ഉമ്മത്തിലെ ഉലമാക്കൾ, ഈ ഉമ്മത്തിലുള്ള ഉലമാക്കൾ, അവർക്ക് അള്ളാഹു നൽകുന്ന ആനുകൂല്യങ്ങൾ. ഒന്ന്, അവരൊരു വിഷയത്തിൽ വേണ്ടത്ര നേടിയിരിക്കേണ്ട ഇൽമ് നേടിയതിന് ശേഷം ഇജ്തിഹാദ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ ഇജ്തിഹാദ് ചെയ്തപ്പോൾ അബദ്ധം പിണഞ്ഞു. അബദ്ധം പിണഞ്ഞു കഴിഞ്ഞാൽ ഫഖതഉഹു മഗ്ഫൂറുല്ലഹ്, അയാൾക്ക് സംഭവിച്ചിരിക്കുന്ന അബദ്ധം അള്ളാഹു അയാൾക്ക് പുറത്തു കൊടുക്കും. രണ്ടാമത്തേത്, അയാൾക്ക് അബദ്ധം പിണഞ്ഞാൽ പോലും അയാൾക്ക് ലഹു അജ്ർ, ഒരു പ്രതിഫലവും നൽകും. മൂന്നാമത്തേത്, അയാൾ ഇജ്തിഹാദ് നടത്തിയതിൽ ഫഇൻ അസാബ്, ഇജ്തിഹാദ് ശരിയായി എങ്കിൽ ഫലഹു അജ്റാൻ, ഫഇൻ അസാബ ഫലഹു അജ്റാൻ. ഒന്ന് ഇജ്തിഹാദ് നടത്തിയതിന്, രണ്ടാം ഇജ്തിഹാദ് ശരിയായതിന്. ഇത് ഉലമാക്കൾക്ക് അല്ലാഹു കൊടുക്കുന്നതാണ്. 4
ഇത് രണ്ടും വേർതിരിക്കാനുള്ള നല്ല തന്റേടം നമുക്കുണ്ടാവണം. അവാമുൽ മുസ്ലിമീന്റെ സ്ഥാനവും അഹ്ലുൽ ഇൽമിന്റെ സ്ഥാനവും തന്നെ കൽപ്പിക്കാൻ സാധിക്കണം. രണ്ടു കൂട്ടരെയും ഒരുപോലെ മിക്സ് ചെയ്ത് മനസ്സിലാക്കരുത്. അവാമുൽ മുസ്ലിമീൻ മുസ്ലിങ്ങളിൽപ്പെട്ട പൊതുജനമാണെങ്കിൽ, ബഹുജനമാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തെക്മീലിയായ ഇൽമ് ഇല്ല എന്നതിന്റെ പേരിൽ അള്ളാഹു അവരെ പിടികൂടാൻ പോകുന്നില്ല. തെക്മീലിയായ കാര്യങ്ങളിൽ അവർക്കുള്ള ജഹല്, ആ ജഹല് കൊണ്ട് സംഭവിച്ചു പോകുന്ന വീഴ്ചകൾ അത് അള്ളാഹു പുറത്തു കൊടുത്തേക്കും. ജഹല് ഉസ്റാണ്. അതേ സന്ദർഭത്തിൽ ഉലമാക്കളാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അള്ളാഹു നൽകുന്ന ആനുകൂല്യം അവർ ശരിയായ വിധത്തിൽ കാര്യങ്ങൾ പഠിച്ച് ഇജ്തിഹാദ് നടത്തി അത് ശരിയായാൽ 2 കൂലി കൊടുക്കും, തെറ്റിയാൽ 1 കൂലി കൊടുക്കും. തെറ്റിയിട്ടുള്ള തെറ്റ് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുകയും ചെയ്യും. ഇനി അവാമുൽ മുസ്ലിമീങ്ങളിൽപ്പെട്ടിട്ടുള്ള ഒരാൾ തിരിച്ചായെങ്കിലോ, ഒരാലിമ് ചെയ്യേണ്ടത് പൊതുജനങ്ങളിൽപ്പെട്ട ഒരാൾ ചെയ്താൽ എന്താ സംഭവിക്കുക? അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നത് നേരെ തിരിച്ചാണ്. വിട്ടുവീഴ്ചയല്ല, കടുത്ത ശിക്ഷയാണ് അയാൾക്ക് കിട്ടാൻ പോകുന്നത്. കടുത്ത ശിക്ഷയാണ് അയാൾക്ക് കിട്ടാൻ പോകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അൽ ഖുലാത്തു സലാസത്തുൻ, അൽ ഖുലാത്തു സലാസത്തുൻ. അള്ളാഹുവിന്റെ ദീനനുസരിച്ച് വിധിക്കുന്ന വിധികർത്താക്കൾ 3 തരക്കാരാണ്. അൽ ഖുലാത്തു സലാസത്തുൻ. ഖാളിയാനി ഫിന്നാർ, അതിൽ 2 വിഭാഗം നരകത്തിലേക്ക് പോകാനുള്ളവരാണ്. ഖാളിയാനി ഫിന്നാർ, അതിൽ 2 വിഭാഗം ഖാളിമാര്, വിധികർത്താക്കൾ നരകത്തിലേക്ക് പോകും. വഖാളിൻ ഫിൽ ജന്ന, ഒരു വിഭാഗം ഖാളി, ഒരു വിഭാഗം വിധികർത്താക്കൾ മാത്രമാണ് സ്വർഗത്തിൽ പോകുന്നത്. ഫഅമ്മല്ലദീ ഫിൽ ജന്ന, എന്നാൽ സ്വർഗത്തിലേക്ക് പോകാനുള്ള വിധികർത്താവ് ആരാണ്? അയാൾ ഫറജുലുൻ അലിമ, ഒരു മനുഷ്യൻ, അയാൾ നേടിയിരിക്കേണ്ടതായ ഇൽമ് നേടുക തന്നെ ചെയ്തിട്ടുണ്ട്. ഫഖളാ ബിഹി, ആ ഇൽമിന്റെ താല്പര്യമനുസരിച്ച് ശരിയായ വിധി നടത്തുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെയുള്ള ആൾ സ്വർഗത്തിലേക്കാണ്. വഅമ്മല്ലദാനി ഫിന്നാർ, എന്നാൽ നരകത്തിലേക്ക് പോകാനുള്ള 2 തരം വിധികർത്താക്കൾ ആരാണ്? ഒന്ന് ഫറജുലുൻ ഖളാ അലാ ജഹ്ലിൻ, ഒന്നാമത്തെ ആള് അയാൾ പൊതുജനങ്ങളിൽപ്പെട്ടവനാണ്, അയാൾ ജഹ്ലിന്റെ ഉടമസ്ഥനാണ്, ഇൽമിന്റെ ആളുകളിൽപ്പെട്ടവനല്ല, അഹ്ലുൽ ഇൽമിൽപ്പെട്ടവനല്ല. അയാൾ വിധിച്ചത് ഖളാ ലിന്നാസി അലാ ജഹ്ലിൻ, ഇൽമു കൊണ്ടല്ല ജനങ്ങൾക്ക് വിധി അദ്ദേഹം പറഞ്ഞു കൊടുത്തത്. ഖളാ ലിന്നാസി അലാ ജഹ്ൽ, ജഹ്ല് കൊണ്ടാണ് വിധി നടത്തിയത്. വിവരമില്ലാത്തവനാണ്. വലൈസ മിൻ അഹ്ലിൽ ഇൽം ഫഇന്നഹു മിൻ അഹ്ലിൽ ജഹ്ൽ, അയാൾ ഇൽമിന്റെ ആളുകളിൽപ്പെട്ടവനല്ല, ഉലമാക്കളിൽപ്പെട്ടവനല്ല, അവൻ ജഹ്ലിന്റെ ആളുകളിൽപ്പെട്ട പൊതുജനങ്ങളിൽപ്പെട്ടവനാണ്. ജഹ്ല് കൊണ്ട് ജനങ്ങൾക്ക് ഒരാൾ വിധിച്ചാൽ അയാൾ നരകത്തിലേക്ക് പോകാനുള്ള ആളാണ്. വറജുലുൻ അലിമൽ ഹഖ്, രണ്ടാമത്തെ ആള് റജുലുൻ അലിമൽ ഹഖ്, ഒരാൾ അറിഞ്ഞു, അറിവയാൾക്കുണ്ട്, പക്ഷേ വഖളാ ബിഖിലാഫിഹി, അറിവുണ്ടായിട്ടും സത്യത്തിനെതിരായി മറ്റേതെങ്കിലും തരത്തിലുള്ള ഹവയോ അദ്ദേഹത്തിന്റെ മറ്റു അഹ്റാളുകൾ, നിക്ഷിപ്ത താല്പര്യങ്ങളോ മുൻനിർത്തിയിട്ട് സത്യത്തിനെതിരായി വിധിച്ചാൽ അയാൾ നരകത്തിൽ പോകാനുള്ളവനാണ്. ഈ ഹദീസ് ബുറൈദത്തുൽ അസ്ലമി റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഇമാം നസായി ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്, സഹീഹായ ഹദീസാണ്. അൻ ബുറൈദത്തുൽ അസ്ലമി ഫീമാ അഖ്റജഹു അൻ-നസായി ഫീ സുനനിഹി. ഇതിൽ കാര്യം വളരെ വ്യക്തമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവാമുന്നാസിനെ വേറെയും അഹ്ലുൽ ഇൽമിനെ വേറെയും വേർതിരിക്കുന്ന വേണം. അവാമുൽ മുസ്ലിമീങ്ങൾക്ക് അല്ലാഹു കൊടുത്തിരിക്കുന്ന അലവൻസ് തെക്മീലിയായ ഇൽമിൽ അവരുടെ ഭാഗത്തു നിന്ന് സംഭവിക്കുന്നതായ വീഴ്ചകൾ അല്ലാഹു പുറത്തു കൊടുക്കും. ഉലമാക്കൾക്ക് അല്ലാഹു കൊടുത്തിരിക്കുന്നതായ ആനുകൂല്യം അവർ ഇൽമ് വേണ്ടതുപോലെ നേടിയതിന് ശേഷം ഇജ്തിഹാദ് ചെയ്ത് വിധിക്കുന്ന സന്ദർഭത്തിൽ ആ ഇജ്തിഹാദ് ശരിയായാൽ 2 പ്രതിഫലം നൽകും.
ഇജ്തിഹാദ് തെറ്റിയാൽ ഒരു പ്രതിഫലം നൽകും, ആ തെറ്റ് അല്ലാഹു പുറത്തു കൊടുക്കുകയും ചെയ്യും. ഇത് അഹ്ലുൽ ഇൽമ് ചെയ്യുമ്പോഴാണ്. അവാമുൽ മുസ്ലിമീങ്ങളിൽപ്പെട്ട അറിവില്ലാത്ത അഹ്ലുൽ ജഹലിൽപ്പെട്ട ഒരാൾ ഇങ്ങനെ ചെയ്താൽ അയാൾക്ക് ഈ പറഞ്ഞതൊന്നും കിട്ടൂല. ഉദാഹരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യുദ്ധത്തിന് വേണ്ടിയിട്ട് കുറച്ച് ആളുകളെ പറഞ്ഞയച്ച് അവർ യുദ്ധത്തിന് പോയി. വഴിയിൽ വെച്ച് കൂട്ടത്തിൽപ്പെട്ട സൈനികരിൽപ്പെട്ട ഒരാളുടെ തലയിൽ ഒരു കല്ലുകൊണ്ടു അത് ആഴത്തിലുള്ള മുറിവുണ്ടാക്കി. ആ മുറിവുണ്ടാക്കിയ സന്ദർഭത്തിൽ അങ്ങനെ ആ രാത്രി കഴിഞ്ഞ് നേരം പുലരുന്ന സന്ദർഭത്തിൽ അയാൾ പറഞ്ഞു, എനിക്ക് സ്വപ്നസ്ഖലനം ഉണ്ടായിട്ടുണ്ട്, കുളി നിർബന്ധമാണ്. പക്ഷേ ഈ സമയത്ത് ഞാൻ കുളിക്കുകയാണെങ്കിൽ നല്ല തണുപ്പുണ്ട്, ഒരു പക്ഷേ രക്തസ്രാവം വർദ്ധിക്കും. അതുകൊണ്ട് കുളി ഒഴിവാക്കാൻ വല്ല വിട്ടുവീഴ്ചയും ഉള്ളതായി സഹോദരന്മാരെ നിങ്ങൾ അറിയുമോ? അപ്പൊ കൂട്ടത്തിൽ കുറച്ചാളുകൾ അവര് പറഞ്ഞു. എന്താ പറഞ്ഞത്? നീ കുളിച്ചേ പറ്റൂ, കുളി ഒഴിവാക്കാൻ അള്ളാഹുവിന്റെ ശറയിൽ നിനക്ക് ഒരു ഒഴിവ് കഴിവുമില്ല എന്ന് അവർ ഫത്വ നൽകി. അയാൾ കുളിച്ചു, എന്നിട്ട് സുബഹി നമസ്കരിച്ചു. അത് രക്തസ്രാവം വർദ്ധിപ്പിക്കുന്നതിന് കാരണമായി. ആ കാരണത്താൽ അയാൾ മരണപ്പെട്ടു പോവുകയും ചെയ്തു. ഈ വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ഖതലൂഹു ഖതലഹുമുല്ലാഹ്, അവിടുന്ന് പ്രതികരിച്ചത് ഖതലൂഹു, അള്ളാഹുവിന്റെ ശറഇൽ താങ്കൾക്ക് കുളി ഒഴിവാക്കുന്നതിനുള്ള ഒരു നിയമവും നിലനിൽക്കുന്നില്ല, കുളിച്ചേ പറ്റൂ എന്ന് ജഹല് കൊണ്ട്, അലാ ജഹലിൻ, അറിവില്ലാതെ വിധി കൊടുത്തിട്ടുള്ള ആളുകളെ കുറിച്ചാണ് പറഞ്ഞത്. ഖതലൂ, അവർ അദ്ദേഹത്തെ കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. ഖതലഹുമുല്ലാഹ്, അവരുടെ മേൽ അള്ളാന്റെ ശിക്ഷയുണ്ടാകട്ടെ, കോപമുണ്ടാകട്ടെ എന്നാണ് റസൂലുള്ളാഹി പറഞ്ഞത്. ഹല്ലാ സഅലു ഇദാ ലം യഅലമു, അവർക്ക് ആ കാര്യം അറിയുമായിരുന്നില്ല എങ്കിൽ അവരെന്തുകൊണ്ട് ആ കാര്യത്തെക്കുറിച്ച് അറിവുള്ളവരോട് ചോദിച്ചില്ല? ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കുളി ഒഴിവാക്കി തയമ്മം ചെയ്തുകൊണ്ട് നമസ്കരിക്കാൻ പറ്റുമായിരുന്നു. ആ കാര്യത്തെക്കുറിച്ച് അറിവില്ലാത്തവരാണ് കുളിച്ചേ പറ്റൂ, കുളി ഒഴിവാക്കാൻ പറ്റില്ല എന്ന് ഫത്വ നൽകിയത്. അവർക്ക് ആ വിധി അറിയുമായിരുന്നില്ലെങ്കിൽ എന്തുകൊണ്ട് അറിയുന്നവരോട് അവർ ചോദിച്ചില്ല? ഇന്നമാ ശിഫാഉൽ അയ്യി അസ്സുആൽ, അറിവില്ലായ്മക്കുള്ള പരിഹാരം അറിവുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കലല്ലേ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചത്. ശൈഖുൽ ഇസ്ലാം ഈ സംഭവം ഉദ്ധരിച്ചതിന് ശേഷം പറഞ്ഞു, എന്തുകൊണ്ടാണ് ഇത്ര കർക്കശമായി അവരുടെ കാര്യത്തിൽ റസൂലുള്ളാഹി സംസാരിച്ചത്? ഈ ആളുകൾ അഖ്തഉ ബിഗൈരി ഇജ്തിഹാദ്, അവർ ഇജ്തിഹാദ് ചെയ്യാൻ പറ്റുന്ന ആളുകളായിരുന്നില്ല. ഇജ്തിഹാദ് ചെയ്യാൻ പറ്റുന്ന ഉലമാക്കൾ ഇജ്തിഹാദ് ചെയ്ത് തെറ്റുപറ്റുമ്പോഴാണ് ഈ പറഞ്ഞ മൂന്നാനുകൂല്യമുള്ളത്. ഇവര് ഇജ്തിഹാദ് ചെയ്യാൻ ഇൽമുള്ളവരായിരുന്നില്ല, അങ്ങനെ അബദ്ധം പറ്റി, ജാഹിലിന്റെ പിഴവാണത്. ഇതിലം യകൂനു മിൻ അഹ്ലിൽ ഇൽം, അവർ ഉലമാക്കളിൽപ്പെട്ടവരല്ല, ജഹലിന്റെ ആളുകളായിരുന്നു, അവർക്ക് ഇജ്തിഹാദ് ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു. അതുകൊണ്ടാണ് അവർ ചെയ്തിരിക്കുന്ന ഇജ്തിഹാദിൽ പിഴച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ കർക്കശമായി ആക്ഷേപിച്ചത്. അതുകൊണ്ട് പൊതുജനത്തിന്റെ ലിമിറ്റിൽ തന്നെ നിന്നുകൊള്ളണം. അവരുടെ അടുക്കലുള്ള അല്പവിഭവങ്ങൾ വെച്ചുകൊണ്ട് മതപരമായ കാര്യങ്ങളിൽ ഇജ്തിഹാദ് നടത്താനും ഫത്വ നൽകാനും അവർ മുന്നോട്ട് വരരുത്. അങ്ങനെ തന്നെ ഏൽപ്പിക്കാത്തൊരു കാര്യത്തിലേക്ക്, തനിക്ക് അവകാശപ്പെടാത്തൊരു കാര്യത്തിലേക്ക് ഒരാൾ മുന്നോട്ടെടുത്ത് വരിക എന്നുള്ളത് അത് ദീനിന്റെ രീതിയിൽപ്പെട്ടതല്ല. വമാ അന മിനൽ മുതകല്ലിഫീൻ, അമ്പിയാക്കന്മാരോട് പോലും പറയുന്നതിന് വേണ്ടി പറഞ്ഞത്, ഏൽപ്പിക്കപ്പെടാത്ത കാര്യം അത് ഏറ്റെടുത്തുകാണ്ട് മുന്നോട്ട് വന്ന അബദ്ധത്തിൽ ചാടുന്ന ആളുകളല്ല നമ്മൾ. തകല്ലുഫ് പാടില്ല. അതുകൊണ്ട് ഉലമാക്കളെ ഇജ്തിഹാദ് ചെയ്യാവൂ. ഉലമാക്കൾ ഇജ്തിഹാദ് ചെയ്തിട്ട് അവർക്ക് പിഴവ് സംഭവിക്കുകയാണെങ്കിൽ പിഴവ് പുറത്തു കൊടുക്കും, ഇജ്തിഹാദ് ചെയ്തതിന്റെ ഒരു പ്രതിഫലവും നൽകും. അവർ ഇജ്തിഹാദ് ചെയ്തത് ശരിയായി എങ്കിൽ അവർക്ക് 2 പ്രതിഫലവും കിട്ടും. മറിച്ച് ഉലമാക്കളല്ലാത്ത ആളുകൾ ഇജ്തിഹാദിന്റെ മുതിർന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഖതലൂഹു ഖതലഹുമുല്ലാഹ് ഹല്ലാ തഅലമു ഇദാ ലം യഅലമു ഇന്നമാ ശിഫാഉൽ അയ്യി അസ്സുആൽ, അവർ അദ്ദേഹത്തെ കൊന്നുകളഞ്ഞു. അതുകൊണ്ട് അള്ളാഹുവിന്റെ കോപം അവരിലും ഉണ്ടാകട്ടെ,
അറിവില്ലായ്മക്കുള്ള പരിഹാരം അറിവുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കലല്ലേ? ഇതാണ് കാര്യം. എന്നാൽ വേറെ ചില സന്ദർഭങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുജ്തഹിദുകൾക്ക് തെറ്റിയ വലിയ പിഴവുകൾ നബി ക്ഷമിച്ചു കൊടുത്തിട്ടുണ്ട്. ഉദാഹരണമായി ഫഇന്ന ഉസാമത ബിൻ സൈദ് റളിയല്ലാഹു തആല അൻഹു വഅർളാഹു ലമ്മാ ഖതല മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, യുദ്ധത്തിനിടെ ഉസാമത്ത് ബിൻ സൈദിന്റെ മുന്നിൽ പെടുന്ന ഒരു ജൂതൻ, അയാൾ വാള് കണ്ടപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു. ഉസാമത്ത് ബിൻ സൈദ് സഹാബത്തിന്റെ കൂട്ടത്തിലെ ഇൽമുള്ള അഹ്ലുൽ ഇൽമിൽപ്പെട്ടിട്ടുള്ള പണ്ഡിതന്മാരിൽപ്പെട്ട ആളാണ്. അദ്ദേഹം അതിനെ സംബന്ധിച്ച് ഇജ്തിഹാദ് നടത്തി. അയാൾ ഇപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത് ഇല്ലത്തിഖാഅ സൈഫി, എന്റെ വാളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് തരികിട വർത്താനാണ്. ഉസാമത്ത് ബിൻ സൈദ് അദ്ദേഹത്തെ വധിച്ചു. ഈ സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലെത്തിയപ്പോൾ വളരെ ഗൗരവത്തിൽ റസൂലുള്ള എടുത്തിട്ട് പറഞ്ഞു, മാദാ തസ്റഉ ബിലാ ഇലാഹ ഇല്ലല്ലാഹ് ഇദാ ജാഅ ബിഹാ യൗമൽ ഖിയാമ. അദ്ദേഹം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വചനം ഉച്ചരിച്ചില്ലേ? ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനത്തെ കൊണ്ട് നീ ഇനി എന്ത് ചെയ്യും? ഇദാ ജാഅ ബിഹാ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ആ വചനവുമായി അയാൾ അല്ലാഹുവിന്റെ മുന്നിൽ വന്നാൽ. അപ്പോൾ ഉസാമത്ത് ബിൻ സൈദ് പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം പറയുന്നു, അയാൾ അത് പറഞ്ഞിരിക്കുന്നത് നബിയെ ഇല്ലത്തിഖാഅ സൈഫി, എന്റെ വാളിൽ നിന്ന് രക്ഷ കിട്ടാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിക്കുന്നു, ഹല്ലാ ശഖഖത അൻ ഖൽബിഹി, അയാളുടെ ഹൃദയം പിളർത്തി നോക്കിയിട്ടാണോ താങ്കൾ ഈ കാര്യം പറയുന്നത്? അയാളുടെ ഉദ്ദേശം എന്താണ്? നമ്മെ സംബന്ധിച്ചിടത്തോളം നഹ്നു നഹ്കുമു ബിൽവാഹിർ വല്ലാഹു യതവല്ല സറായിർ, പ്രത്യക്ഷമായ കാര്യം പ്രത്യക്ഷമായ ലക്ഷണം, ബാഹ്യമായ കാര്യം ബാഹ്യമായ ലക്ഷണം നോക്കിയാണ് നമ്മൾ വിധിക്കേണ്ടത്. എന്നാൽ ഒരാളുടെ മനസ്സിലിരിപ്പ്, അയാളുടെ സ്വകാര്യമായിരിക്കുന്ന തീരുമാനങ്ങൾ അത് അല്ലാഹു ഏറ്റെടുത്തുകൊള്ളും. അത് നമുക്ക് തീർച്ചപ്പെടുത്താൻ നിർവാഹമില്ല. അയാളുടെ ഹൃദയം പിളർത്തിയിട്ടാണോ താങ്കൾ അങ്ങനെ പറയുന്നത്? വീണ്ടും റസൂലുള്ള ചോദിച്ചുകൊണ്ടിരുന്നു, മാദാ തഫ്അലു ബിലാ ഇലാഹ ഇല്ലല്ലാഹ് ഇദാ ജാഅ ബിഹാ യൗമൽ ഖിയാമ. ഉസാമത്ത് ബിൻ സൈദ് പറഞ്ഞു, ഞാൻ ആഗ്രഹിച്ചു പോയി ആ സംഭവത്തിന് ശേഷം ഇസ്ലാമിലേക്ക് വന്നാൽ മതിയായിരുന്നു. ഇസ്ലാമിൽ അങ്ങനെ ഒരു അബദ്ധം എൻ്റെ അടുക്കൽ സംഭവിച്ചു പോകരുതാത്തതായിരുന്നു. പക്ഷേ ഇത്രയുമായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് അതിന് പരിഹാരം ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചില്ല. അദ്ദേഹം പരിഹാരം ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചില്ല. ബ്ലഡ് മണി കൊടുക്കാനോ അല്ലെങ്കിൽ ദിയത്ത് കൊടുക്കേണ്ടതില്ലെങ്കിൽ തന്നെ വേറെ നിലക്കുള്ള മറ്റു നിലക്ക് ഒരാളെ കൊന്നു കഴിഞ്ഞാൽ, അബദ്ധത്തിൽ കൊന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള പ്രായശ്ചിത്തങ്ങളുണ്ടല്ലോ, ഒരടിമയെ മോചിപ്പിക്കുക പോലുള്ള ഒന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടില്ല. എന്തുകൊണ്ട്? ഫഇന്ന ഉസാമത ബിൻ സൈദ് റളിയല്ലാഹു തആല അൻഹു മിൻ ഉലമാഇ ഹാദിഹിൽ ഉമ്മ മിൻ ഉലമാഇ സ്വഹാബ. ഉസാമത്ത് ബിൻ സൈദ് സ്വഹാബത്തിന്റെ കൂട്ടത്തിലെ ഉലമാക്കളിൽപ്പെട്ട അഹ്ലുൽ ഇൽമിൽപ്പെട്ട ആളായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഇജ്തിഹാദ്, അത് അദ്ദേഹം ഇജ്തിഹാദിന് യോഗ്യനായിരുന്നു. അതിൽ പിഴച്ചാൽ തന്നെ ഫഖതഉഹു മഗ്ഫൂറുല്ല ഫലഹു അജ്ർ. ഉലമാക്കളുടെ കാര്യം അങ്ങനെയാണ്. അതേപോലെ മറ്റൊരു ഉദാഹരണം പറയാം. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഒരിക്കലും നല്ല കാരക്കയായിട്ട് റസൂലുള്ളാഹിന്റെ സദസ്സിൽ വന്നു. നല്ല മുന്തിയ തരം കാരക്ക. ആ കാരക്ക മുന്നിൽ വെച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഈ കാലത്ത് എവിടെ നിന്നാണ് നിനക്ക് ഇത്ര നല്ല കാരക്ക കിട്ടിയത്? അപ്പോ പറഞ്ഞു, നബിയെ, എന്റെ അടുക്കൽ 2 സ്വാഴ് മോശപ്പെട്ട കാരക്ക ഉണ്ടായിരുന്നു. ആ കാരക്ക ഞാൻ ഒരാൾക്ക് കൊടുത്തിട്ട് അതിന് പകരം 1 സ്വാഴ് നല്ല കാരക്ക വാങ്ങി. 2 സ്വാഴ് കാരക്ക കൊടുത്തു, മോശപ്പെട്ട കാരക്ക കൊടുത്തിട്ട് 1 സ്വാഴ് നല്ല കാരക്ക വാങ്ങി. അതാണ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹാദാ ഐനുർ റിബ, ഇതാണ് പച്ചക്കുള്ള പലിശ. തിരിച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. ഫഅമറഹു ബിറദ്ദിഹ, അത് തിരിച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. റിബ 2 നിലക്കുണ്ടാവും. റിബൻ നസീഅ വരിബൽ ഫള്. റിബൻ നസീഅ വരിബൽ ഫള്.
വസ്തുവും തമ്മിൽ നമ്മൾ ക്രയവിക്രയം നടത്തുമ്പോൾ തുല്യത്തിന് തുല്യമായി അപ്പക്കപ്പോൾ കൈമാറിയിരിക്കണം. അളവിൽ വർധനവ് വരുത്തിയിട്ടുണ്ടെങ്കിൽ അതാണ് റിബൽ ഫളുൽ, വർധനവ് വരുത്തിക്കൊണ്ട് നടത്തുന്ന പലിശ. ഒരു സ്വാവിന് ഒരു സ്വാ വാങ്ങാൻ പറ്റുള്ളൂ. അങ്ങനെ ഏത് വസ്തുക്കളാണെങ്കിലും ഒരേ ഇനത്തിൽപ്പെട്ട ഒരേ നൗഇൽപ്പെട്ട വസ്തുക്കൾ കൈമാറുമ്പോൾ ഇതാണ് ഹദീസിൽ വന്നിട്ടുള്ള കൽപ്പന. തുല്യത്തിന് തുല്യമായി അപ്പോഴപ്പോൾ കൈമാറുകയും ചെയ്യണം. തുല്യമല്ലെങ്കിൽ റിബൽ ഫളുൽ വരും. ഫളുലിൽ കൂടുതൽ വാങ്ങിയിട്ട് അധികം വാങ്ങിയിട്ടുള്ള പലിശ വരും. അപ്പോഴല്ലെങ്കിൽ ഉദാഹരണമായിട്ട് ഇതാ കാറ് നിങ്ങൾക്ക് തരാം, ആ കാറ് റെഡി ക്യാഷ് ആണെങ്കിൽ 5.5 ലക്ഷം, അതല്ല 2 വർഷത്തെ അടവിനാണെങ്കിലോ 6.5 ലക്ഷം, 1 ലക്ഷം കൂടുതൽ, അത് റിബൻ നസീഅ, കാലതാമസം കൊണ്ടുവരുന്ന പലിശയാണ്. ഇവിടെ റിബൽ ഫളുലിനെ സംബന്ധിച്ചിടത്തോളം അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ബോധവാനായിരുന്നില്ല. അതേ സന്ദർഭത്തിൽ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഈ സഹാബത്തിന്റെ കൂട്ടത്തിലെ വളരെ പ്രഗത്ഭനായ ഒരു ആലിമാണ് താൻ, മിൻ അഹ്ലിൽ ഇൽം. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് മടക്കി കൊടുക്കാൻ പറഞ്ഞു എന്നല്ലാതെ അദ്ദേഹത്തെ ഒരിക്കലും അധിക്ഷേപിക്കുകയോ ശാസിക്കുകയോ ഒന്നും ചെയ്തില്ല. കാരണം അദ്ദേഹം ഇതിനത് വിട്ടുവീഴ്ച അർഹിക്കുന്ന ആളാണ്. എന്നാൽ അഹ്ലുൽ ഇൽമിൽ പെടാത്ത ആളുകൾ ജഹ്ല് കൊണ്ട് ഒരു കാര്യം വിധിച്ചപ്പോൾ റസൂലുള്ളാഹിന്റെ സ്വഭാവം മാറി. ഖതലൂഹു ഖതലഹുമുല്ലാഹ്. ആ വാക്ക് അറബി അറിയുന്ന ആളുകൾക്ക് അതിന്റെ ഗൗരവം മനസ്സിലാക്കാവുന്നതുള്ളൂ. ഞാനൊരു കട്ടി കുറഞ്ഞ ഒരു പരിഭാഷ പറഞ്ഞാൽ പോവുക ചെയ്തത്. പരിഭാഷ എന്റെ കാര്യമല്ല, കാര്യം നിങ്ങളെ മനസ്സിലാക്കിയത് മാത്രമാണ്. ഖതലൂഹു ഖതലഹുമുല്ലാഹ്. വളരെ കടുത്ത വാക്കാണ് നബി അവർക്കെതിൽ പ്രയോഗിച്ചത്. അവർക്കെതിരിൽ അങ്ങനെ പറയാനുണ്ടായ കാരണം എന്തുകൊണ്ടാണ്? അവർ ഉലമാക്കളല്ല, സഹാബത്തിൽപ്പെട്ട ഉലമാക്കളല്ല, അറിയാത്തവര്, അവരുടെ അറിയാത്തവര്, ഇൽമില്ലാത്ത ആളുകൾ ഉലമാക്കൾ ചെയ്യേണ്ട പണി ചെയ്യാൻ പാടില്ല. അറിവില്ലാത്ത ആളുകൾ അവർ മറ്റുള്ളവർക്ക് ഫത്വ കൊടുക്കരുത്. അവരറിയാത്ത കാര്യങ്ങൾ അറിവില്ലവരോട് ചോദിക്കുകയാണ് ചെയ്യേണ്ടത്. ഇന്നമാ ശിഫാഉൽ അയ്യി അസ്സുആൽ. അറിവില്ലായ്മക്കുള്ള പരിഹാരം അറിവുള്ളവരോട് ചോദിക്കലാണ്. അതുകൊണ്ട് ഈ വ്യത്യാസം ഇതുവരെ ഞാൻ പറഞ്ഞതിൽ നിന്ന് ഉറപ്പായിട്ട് നിങ്ങളെ മനസ്സിൽ തങ്ങേണ്ടത്, ഈ ഉമ്മത്തിലെ 2 തരക്കാരുണ്ട്. ഒന്ന് അവാമുൽ മുസ്ലിമീൻ, പൊതുജനങ്ങൾ, ബഹുജനങ്ങൾ. രണ്ടാമത്തേത് അഹ്ലുൽ ഇൽം, പണ്ഡിതന്മാർ. 2 കൂട്ടർക്കും അവരുടേതായ പ്രത്യേകതകളാണ്, അഹ്കാമുകളാണ് ബാധകം. പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അറിയാത്ത കാര്യം അറിവുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കാൻ ബാധ്യതപ്പെട്ടവരാണവർ. അവർ മറ്റുള്ളവർക്ക് ഫത്വ നൽകാൻ ബാധ്യതപ്പെട്ടവരല്ല. അവര് തങ്ങൾക്ക് അവകാശപ്പെടാത്ത ഈ കാര്യത്തിനു വേണ്ടി മുതിർന്ന് ഒരു അബദ്ധത്തിൽ പെട്ടുകഴിഞ്ഞാൽ അവർക്ക് യാതൊരു ആനുകൂല്യവും ഉണ്ടായിരിക്കില്ല. മറിച്ച് ഖതലൂഹു ഖതലഹുമുല്ലാഹ്, അള്ളാഹുവിന്റെ കോപം, ശാപം അവരിലുണ്ട് എന്നാ പറഞ്ഞത്. അത്ര ഗൗരവമാണല്ലോ ഇത്. സാധാരണക്കാരുടെ കാര്യം അവരറിയാത്തത് അറിവുള്ളവരോട് ചോദിക്കുക, അതനുസരിച്ച് അമൽ ചെയ്തു പോകുക. മറ്റുള്ളവർക്ക് ഫത്വ നൽകാൻ അവർ ബാധ്യസ്ഥരല്ല. അവർക്കറിയാത്തത് കൊണ്ട് അവർ വിധിക്കാൻ പാടില്ലാത്തവരുമാണ്. എന്നാൽ നേരെ മറിച്ച് അറിവുള്ളവരാണെങ്കിൽ അവർ പരമാവധി ആ വിഷയത്തിന്റെ ശരി ഇൽമ് വെച്ചുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി ഇജ്തിഹാദ് ചെയ്തു. ശരിയായാൽ 2 പ്രതിഫലം അവർക്ക് അല്ലാഹു നൽകുന്നു. അഥവാ തെറ്റിപ്പോയാലോ അവരുടെ തെറ്റ് അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കുന്നതും ഇജ്തിഹാദിന് അവർ ചെയ്തിട്ടുള്ള വ്യയം ചെയ്തിട്ടുള്ള ആ പരിശ്രമങ്ങൾ മുൻനിർത്തി ഒരു പ്രതിഫലം നൽകുന്നതുമാകുന്നു. അത് ഉലമാക്കൾക്ക് കിട്ടുന്ന ആനുകൂല്യമാണ്. അത് അഭാവിൽപ്പെട്ടവരത് ചെയ്താൽ അവർക്ക് ഈ ആനുകൂല്യമല്ല, അവർക്ക് ശിക്ഷയാണുള്ളത്. അതുകൊണ്ടാണ് അൽ ഖുലാഖു സലാസ ഖാദിയാനി ഫിന്നാർ വഖാദിൻ ഫിൽ ജന്ന. ഖുലാഖ് 3 തരക്കാരാണ്. 2 വിഭാഗം നരകത്തിലും 1 വിഭാഗം സ്വർഗത്തിലുമാണ് എന്ന് പറഞ്ഞത്. ആരാണ് ശരിയായ സ്വർഗത്തിലേക്ക് പോകുന്നവർ? ഇൽമുള്ള ആളുകൾ. ഇൽമിന്റെ അടിസ്ഥാനത്തിൽ വിധിച്ചാൽ അവർ അതിൽ നിന്ന് തെറ്റിയാലും ശരിയായാലും അവർ സ്വർഗത്തിലേക്ക് പോകും. എന്നാൽ 2 വിഭാഗം നരകത്തിലേക്ക് പോകുന്നത് ഇൽമില്ലാത്ത ആളുകൾ. അവർ ഞങ്ങൾക്ക് ഇൽമുണ്ട് എന്ന് നടിച്ചുകൊണ്ട് വിധിച്ചാൽ, ജഹ്ല് കൊണ്ട് വിധിച്ചാൽ അവൻ നരകത്തിലേക്കാണ്. ഇനി രണ്ടാമത്തെ ഒരാൾ ഇൽമുണ്ട്, പക്ഷെ ഇൽമിനെ മാറ്റി നിർത്തി ഹവ കൊണ്ട് വിധിച്ചാൽ അയാളും നരകത്തിലേക്കാണ്.
അതിനാൽ ഈ കാര്യം ഞാനിവിടെ ഇത്രയും വിശദമായി പറഞ്ഞത് ഇമാം ഷാഫിഈ ആകട്ടെ, അബൂ ഹനീഫയാകട്ടെ, അഹ്മദ് ബിൻ ഹംബൽ ആകട്ടെ, മാലിക് ബിൻ അനസ് ആകട്ടെ, ഇതേപോലുള്ള ഇമാമുകൾ അവർ ഈ ഉമ്മത്തിലെ ഏറ്റവും വിശിഷ്ടരായ ഉലമാക്കളാണ്. സഹാബത്തിന്റെയും താബിഈങ്ങളുടെയും കാലഘട്ടത്തിന് ശേഷം പിന്നീട് വന്നവരിൽ അവരിൽ ചിലർ തന്നെ താബിഈങ്ങളുടെ കാലഘട്ടത്തിൽ ജീവിച്ചവരാണ്, താബിഈങ്ങളാണ്. താബിഈങ്ങളും താബിഈങ്ങളുമായിട്ടുള്ള ഈ മഹാന്മാർ അവരുടെ അടുക്കൽ വല്ല വീഴ്ചകളും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഫഖതഉഹു മഗ്ഫൂറുല്ല, പൊറുക്കപ്പെടുവർക്ക്. അവർ ഇജ്തിഹാദ് നടത്തി എന്നതിന് അവർക്കൊരു കൂലി കിട്ടുകയും ചെയ്യും. ഇനി അവർക്കോ തെറ്റുപറ്റിയില്ല, അവരുടെ ഇജ്തിഹാദിലെങ്കിൽ 2 പ്രതിഫലവും ലഭിക്കും. അവരതിന് അർഹരായിട്ടുള്ള അഹ്ലുൽ ഇൽമിൽപ്പെട്ടവരാണ്. ആ ചുവട് പിടിച്ചുകൊണ്ട് അഹ്ലുൽ ഇൽമിൽ പെടാത്തവര് ദീനിൽ അബദ്ധം പറയാനും പറഞ്ഞു പഠിപ്പിക്കാനും ഫത്വ കൊടുക്കാനും മെനക്കെട്ടാൽ നേരത്തെ പറഞ്ഞ ഹദീസിന്റെ കീഴിലാണ് അവർ വരിക. ഇത് നമ്മൾ വേർതിരിക്കേണ്ട വേണം. അതുകൊണ്ട് ഉലമാക്കളെ അധിക്ഷേപിക്കാനും പാടില്ല. എന്നാൽ ഉലമാക്കൾക്ക് അത് ബാധകമാണല്ലോ, ആ ആനുകൂല്യം നമുക്ക് കിട്ടുമെന്ന് പൊതുജനങ്ങളായ നമ്മൾ കരുതി വച്ചാകാനും പാടില്ല. ഈ കാര്യം മനസ്സിലാക്കുക. എന്നിട്ട് ഇത്രയും പറഞ്ഞതിന് ശേഷം ഷെയ്ഖുൽ ഇസ്ലാം തുടരുന്നു, فمن اعتقد ان كل حديث صحيح قد بلغ كل واحد من الائمه او اماما معينا فهو مخطئ خطأ فاحشا قبيحا. ഏതെങ്കിലും ഒരു ഇമാമിന്, ഏതെങ്കിലും ഒരു ആലിമിന്, അയാൾ ഈ ഉമ്മത്തിലെ ഏത് തബക്കയിൽപ്പെട്ട ആളാണെങ്കിൽ, ഒന്നാമത്തെ തബക്ക സഹാബത്തിന്റെ തബക്ക, 2 താബിഈങ്ങൾ, 3 താബിഈങ്ങൾ, പിന്നെ അതിനുശേഷമുള്ള ആളുകൾ, ഇങ്ങനെ വരുന്ന ഏത് തലമുറയിൽപ്പെട്ട ആളാകട്ടെ, ഒരു ആലിം അല്ലെങ്കിൽ ഒരു ഇമാമിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എല്ലാ ഹദീസും കിട്ടിയിട്ടുണ്ട് എന്നൊരാൾ വിശ്വസിക്കുകയാണെങ്കിൽ, ഇമാമൻ മുഅയ്യനൻ, ഏതെങ്കിലും ഒരു ഇമാമിന് അല്ലെങ്കിൽ ഇമാമിയങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തിക്ക് എല്ലാ ഹദീസും കിട്ടി എന്ന് കരുതുന്നുവെങ്കിൽ ഫഹുവ മുഖ്തിഉൻ, അങ്ങനെ വിശ്വസിക്കുന്നവന് അബദ്ധം പിഴഞ്ഞിരിക്കുന്നു. ഖത്അൻ ഫാഹിഷൻ ഖബീഹൻ, അത് ചെറിയ അബദ്ധമൊന്നുമല്ല, വളരെ വലിയ അബദ്ധത്തിലാണ് പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഒരാളും തന്നെ മനസ്സിലാക്കേണ്ടതില്ല, ഈ ഉമ്മത്തിലെ സർവശ്രേഷ്ഠനായ വ്യക്തി ബഅദ നബിയിഹ അബൂബക്കർ അസ്സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, അബൂബക്കർ സിദ്ദീഖാണ്. ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു എന്ന് പറഞ്ഞാൽ കാന യുലാസിമു റസൂലല്ലാഹ് ഫീ ജമീഇ അഹ്യാനിഹി ഹദറൻ വസഫറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സദാ വിടാതെ കൂടുന്ന, വിട്ടുപിരിയാതെ റസൂലുള്ളാഹിനെ വിടാതെ കൂടുന്ന ആളായിരുന്നു അബൂബക്കർ സിദ്ദീഖ്. യാത്രയിലാകട്ടെ നാട്ടിലാകട്ടെ റസൂലുള്ളാഹിന്റെ കൂടെ നിൽക്കുന്ന ആളാണ്. ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന് റസൂലുള്ള പറഞ്ഞിട്ടുള്ള മുഴുവൻ ഹദീസും കിട്ടി എന്നൊരാൾ കരുതിയാൽ, അല്ലെങ്കിൽ ഉമർ ഇബ്നുൽ ഖത്താബിന് കിട്ടി എന്ന് കരുതിയാൽ, അല്ലെങ്കിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാന് കിട്ടി എന്ന് കരുതിയാൽ, അവർക്ക് ശേഷമല്ലേ ബാക്കിയുള്ളവർ വരുന്നുള്ളൂ. അല്ലെങ്കിൽ 4 ഇമാമിയങ്ങളായ അഹ്മദ് ബിൻ ഹംബൽ, മാലിക് ബിൻ അനസ്, ഷാഫിഈ, അബൂ ഹനീഫ പോലെയുള്ളവർക്ക് കിട്ടി എന്നൊരാൾ വിശ്വസിക്കുന്നുവെങ്കിൽ ഫഖദ് അഖ്തഅ ഖത്അൻ ഫാഹിശൻ ഖബീഹൻ, വലിയൊരു അബദ്ധത്തിലാണ് അയാൾ അകപ്പെട്ടിരിക്കുന്നത്. ആ കാര്യം തെളിയിക്കാനിരിക്കുന്നേ ഉള്ളൂ. കാരണം ഈ ഇമാമിയങ്ങളൊക്കെ لأن هذه الدواوين المشهورة في السنن إنما جمعت بعد انقراض الأئمة المتبوعين رحمهم الله. ഹദീസുകൾ ക്രോഡീകരിച്ചിട്ടുള്ള ഹദീസ് സമാഹാരങ്ങൾ, അവയുടെ ക്രോഡീകരണം പൂർത്തീകരിക്കപ്പെട്ടത് ഈ 4 ഇമാമുകളുടെയും കാലഘട്ടത്തിന് ശേഷമാണ്. പക്ഷെ ഹദീസുകൾ ക്രോഡീകരിക്കുന്നതിന് മുമ്പ് ജീവിച്ചിട്ടുള്ള ഇമാമിയങ്ങൾക്ക് അപ്പം അറിവ് കുറയും എന്നർത്ഥമില്ല. ക്രോഡീകരിക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന ഇമാമിയങ്ങൾ അവരാണ് ക്രോഡീകരിച്ചതിന് ശേഷമുള്ള ഇമാമിയങ്ങളെക്കാൾ അറിവുള്ളവർ. ക്രോഡീകരിക്കുന്നതിന് മുമ്പ് ഹദീസിന്റെ സമാഹാരങ്ങളായി വർത്തിച്ചിരുന്നത് അവരുടെ മനസ്സായിരുന്നു. ഓരോ ഇമാമിന്റെയും മനസ്സിൽ വലിയ ഹദീസ് സമാഹാരങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ എത്രയൊക്കെയാണെങ്കിലും ഒരു വ്യക്തിക്ക്, അയാൾ ആര് തന്നെയാണെങ്കിലും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ മുഴുവൻ ഹദീസും ലഭിച്ചു എന്ന് കരുതുന്നത് ഒരിക്കലും ശരിയല്ല. അങ്ങനെ ഒരാൾ കരുതുന്നുവെങ്കിൽ അത് തെറ്റാണ്, അത് തെറ്റാണ്. അതിനുള്ള ഉദാഹരണം പറയാം. ഉദാഹരണമായിട്ട് ഒന്നാമതായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാര്യം എടുക്കാം. അതിനാൽ ഇവർക്ക് ഇങ്ങനെ ചില അബദ്ധങ്ങൾ പറ്റാൻ, ഇമാമിങ്ങൾക്ക് ചില അബദ്ധങ്ങൾ ഹദീസിന് വ്യത്യസ്തമായ ഖൗല് വരാനുള്ള കാരണം എന്താണ്?
അത് വരുന്നതിനുള്ള കാരണം പറയാം. അതിനുള്ള കാരണം 10 കാരണങ്ങളാണ്.